അതായത് 2020 മത്സരിച്ച LDF സ്ഥാനാർത്ഥി താങ്കളുടെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് വോട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അയ്യോ, ഇത് എന്ത് കഥ ഉണ്ടാക്കാന്ന്. ഇനി വരുമ്പോ ഇനി വേണമെങ്കിൽ അവർ പറയാം, ഞാൻ വരുമ്പോൾ ഞാൻ ഒരു ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ അവർ പറയാം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല. രാഷ്ട്രീയത്തിൽ വരാത്ത നമ്മളെ പൗരന്മാർക്ക് വോട്ട് വേണ്ടേ? അപ്പൊ വന്നാലും ഇല്ലെങ്കിൽ എനിക്ക് വോട്ട് വേണ്ട അവിടെ. അത് എന്റെ അവകാശമല്ലേ. ഈ വോട്ട് ഉറപ്പാക്കേണ്ട ഇപ്പൊ പ്രാദേശിക ഘടകങ്ങൾ ഇപ്പൊ ഇതിനകത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു പ്രദേശത്ത് വോട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അവരുടെ അനുഭാവികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ വോട്ട് ഉറപ്പിക്കുന്നത് പ്രാദേശിക ഘടകങ്ങൾ ഉറപ്പിക്കാറുണ്ട്. അതായത് വോട്ടില്ലെങ്കിൽ അവരെ വോട്ട് ചേർക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തും. അല്ലാത്ത ആളുകൾ സ്വന്തമായി വോട്ട് ചേർക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാമല്ലോ, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനം വരുന്നുണ്ട്. അല്ല, അങ്ങനെ വിമർശനം വെച്ചാൽ എന്റെ കഴിഞ്ഞ കൗൺസിൽ സ്ഥാനത്തേക്ക് പിന്നെ മത്സരിക്കുന്ന സമയത്ത് രാജേഷ് എന്റെ വീട്ടിൽ വന്ന് എന്റെ മകൻ കല്യാണം കഴിച്ച സമയത്ത് എന്റെ മരുമകളെ ചേർത്താൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവൾ ഇവിടെ ഇല്ല, അവൾ ഖത്തറിലാണ്, ഇവിടെ വോട്ട് ചേർത്തിട്ട് കാര്യമില്ല എന്ന് വരെ അത്ര ശ്രമം നടത്തിയ ആളാണ് രാജേഷ്. രാജേഷാണ്. പട്ടികയിൽ താങ്കളുടെ അല്ലെങ്കിൽ വാർഡിലുണ്ടായിരുന്ന VM ബിനുവിന്റെ വോട്ട് 2020 പട്ടികയിൽ കാണാനില്ല. അതിൽ 2020 പട്ടികയിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ വിനോദ തൊട്ടായിട്ടുള്ള വീടുകളുടെ നമ്പറാണ്. പക്ഷെ ഇതിരുന്നാലും ഈ പറഞ്ഞ 176 വിട്ടിട്ട് ഏകദേശം 800 ചില നമ്പർ വരുന്ന വോട്ടുകൾ 864 വോട്ടുകളുണ്ട്. ഈ സ്ഥലങ്ങൾ പല സ്ഥലത്തും ചെതറിക്കിടക്കുകയാണ്. ചിലത് ബൂത്തുകൾ മാറി വരെ കിടക്കുന്നുണ്ട്. അതായത് വോട്ട് ക്രമപ്രകാരം അല്ല കോർപ്പറേഷൻ വോട്ടർ പട്ടികയിലുള്ളത്. കാരണം ആ വാർഡിൽ വോട്ട് വിനോദം ചെയ്തിട്ട്, കാരണം എന്താ വെച്ചാൽ എറണാകുളത്ത് പോകാണ്ടായിട്ട് രാവിലെ വിളിച്ച് പെട്ടെന്ന് വന്ന് ചെയ്തു പോയതാണ് വിനോദം അന്ന് രാവിലെ തന്നെ. കാരണം ആ ബൂത്തിൽ വോട്ടിന്റെ എണ്ണം പരിമിതമായതിനെ കൊണ്ട് തിരക്ക് കുറവായിരുന്നു. അപ്പൊ വിനോദം വന്ന് ചെയ്തിട്ടുണ്ട്. കാരണം മരുമകളെ വോട്ട് ചേർത്താൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച സമയത്ത് മകൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാ. അതാണ് ഞാൻ ഇത്രയും ക്ലാരിറ്റി പറഞ്ഞത്. കാരണം വിനോദിനെ ഞാൻ തന്നെ സംസാരിച്ച സമയത്തും വിനോദം എറണാകുളം പോകാനുള്ള ഒരു വ്യക്തമായി പറഞ്ഞു എനിക്ക് എറണാകുളം പോകണം പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പൊ താങ്കൾക്കാണെങ്കിൽ കുറച്ച് കൃത്യമായിട്ട് അറിയാൻ കഴിയുമല്ലോ. ഇതിനകത്ത് ഈ ക്രമ നമ്പറിൽ പറയുന്ന 171 നമ്പർ വോട്ട് എന്ന് പറയുന്നത് ബാലൻ നായരാണ്. അത് ഇദ്ദേഹത്തിന്റെ അയൽവാസിയാണ്. തൊട്ട് 2 വീട് അപ്പുറമാണ്. രാജൻ എന്ന് പറയുന്നത് രാജൻ ഒരു ഇപ്പുറത്തുള്ള വീടാണ്, കേക്കമ്പളപ്പേട്ട തൊട്ടടുത്തുള്ള വീടാണ്. ശ്രീലത എന്ന് പറയുന്നത് ശ്രീലത എന്ന് പറയുന്നത് രാജന്റെ ഭാര്യയാണ്. എന്നിരുന്ന ഈ ഓർഡർ പ്രകാരമുള്ള ഇവരെ മക്കളെ വോട്ടൊന്നും തൊട്ടടുത്തില്ല. അത് വേറെ ക്രമ നമ്പറിലാണ് വരുന്നത്. അതായത് വിനോട്ടൻ ആ വാർഡിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വോട്ടർ പട്ടിക ഞാനിപ്പോ ഒരാളെടുത്ത് പരിശോധിക്കുന്നുണ്ട്. അതെന്തായാലും എടുത്തിട്ട് DCC നേരത്തെ ഏൽപ്പിക്കുന്നതായിരിക്കും. ചെക്ക് ചെയ്തു. അല്ല, ഞങ്ങൾക്ക് ഇന്നലെ കലക്ടർ ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങൾ കലക്ടർ നൽകിയ ഉറപ്പിൽ വിശ്വസിക്കുന്നു. ഇന്നലെ ഞങ്ങൾ പോയ പ്രതിനിധി സംഘത്തോടും MK രാഘവന്റെ ഫോണിലും ഈ നഗരത്തിൽ ജീവിക്കുന്ന ഒരാളുടെയും വോട്ട് നിഷേധിക്കില്ല എന്നും വോട്ട് നിഷേധിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അതിന് ആ അവകാശം ഉറപ്പാക്കുമെന്ന് ഞങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിപ്പോൾ EROവിന് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപേക്ഷയുമായി EROനെ കാണാൻ പോവുകയാണ്. ഒരു സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അദ്ദേഹത്തിന് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഞാൻ ഒറ്റ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. 18 വയസ്സ് പൂർത്തിയായ കാലാകാലങ്ങളിൽ ഒരു നാട്ടിൽ ജീവിക്കുന്ന ആൾക്ക് വോട്ടവകാശം ഉണ്ടാവില്ല എന്ന് ഏതർത്ഥം ഞങ്ങൾ വിശ്വസിക്കണം? അത് പരിശോധിക്കേണ്ട ഒരു ആവശ്യം കൂടി ഞാൻ തോന്നിയില്ല. ഇതൊരു പാഠമാണ് ഞങ്ങൾക്ക്. ഞാൻ ഒരു മിനിറ്റ്. വോട്ടർ പട്ടികയിൽ പേരെന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല, ഏതൊരാളുടെയും അവകാശമാണ്. ആ അവകാശം ഇവിടെ നിഷേധിക്കപ്പെടുമെന്നുള്ള സ്വപ്നത്തെ പോലും ചിന്തിച്ചില്ല. ബട്ട് ഇറ്റ് ഇസ് എ ലെസൺ. പാഠമാണ്, സംശയമില്ല കാര്യത്തിൽ. കോഴിക്കോട് DCC പ്രസിഡന്റ് VM വിനോദ് പറഞ്ഞൊരാള് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല എന്ന് പറയാം എന്നൊരു അവസ്ഥയിലേക്ക് വരില്ലേ? ഉറപ്പല്ലേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ മനുഷ്യരിവിടെ ഉണ്ടായിട്ടില്ല. ഈ ഭൂമി അങ്ങനെ പലതിലും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ 18 ഇനി എൻ്റെ നീക്കം 18 വയസ്സിന് ശേഷം 18 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം വോട്ടവകാശം കൃത്യമായി കിട്ടാനില്ല. ആ പോരാട്ടത്തിൽ ഞാൻ നീങ്ങും. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത്. 2020 വലിയ മാറ്റമൊന്നുമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അന്ന് ഉണ്ടായിരുന്ന വോട്ടർ പട്ടിക അവിടെ മത്സരിച്ച അല്ലെങ്കിൽ അവിടുത്തെ അന്ന് പ്രൊവിൻസ് ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരെടുത്ത് 2020 പട്ടികയും
25 പട്ടിക ഒന്ന് നോക്ക്. അദ്ദേഹം അന്ന് വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോ ശ്രമിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയോ UDFന്റെയോ സംഘടനാപരമായ വീഴ്ചയാണെങ്കിൽ അതിന്റെ ഉത്തരം ക്ലിയർ കട്ടാണ്. ഒരിക്കൽ പോലും 18 വയസ്സുകാർക്ക് ആയി കാലാകാലങ്ങളോടെ ജീവിക്കുന്ന ആൾക്ക് വോട്ടവകാശം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി വന്നിരിക്കുന്നു. പക്ഷെ അതിലൊക്കെ നിങ്ങൾ നോക്കേണ്ടത് ഇത്തരം ആളുകൾക്ക് പേരുകൾ വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ളത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കാര്യമല്ലേ, വെല്ലുവിളിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഇലക്ഷൻ ഐഡന്റിറ്റി ബിയിലുള്ള എന്താ ജോലി? എന്താണ് ബിയിലുള്ള അവസ്ഥ? ഞാനിപ്പോൾ ഒരു പാർട്ടിയിലും ഇവിടെ ആളല്ല നോക്കുക, എനിക്ക് വോട്ട് വേണ്ടേ? ഇതിപ്പോ ബിന്ദുവിന്റെ വിനിയോഗം ഞങ്ങൾ സ്ഥാനാർത്ഥി ചെയ്തുകൊണ്ടല്ലേ. ഇവിടെ ലംഘിക്കപ്പെട്ടത് മൗലിക അവകാശമാണ്. ബീഹാറിലും ഹരിയാനയിലും BJP നടത്തിയ വോട്ട് ചോരക്കുള്ള ചോർ CPM നേതൃത്വത്തിൽ കോഴിക്കോട് നഗരസഭയിലും ജില്ലയിൽ നടന്നിരിക്കുന്നു. ഇന്നും നാളെയുമായി ഞങ്ങൾ ത്വരിത പരിശോധനയാണ്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം